ഇന്നൊരു മന്തിക്കഥയാണ് കേട്ടോ. അപ്പൂസിൻ്റെ പൂതി പ്രകാരം ഞങ്ങൾ മന്തി കഴിക്കാൻ പോവുകയാണേ. മന്തി വേഗം വായി വെച്ചത് നമുക്ക് പോകാൻ നേരം വൈകിയെന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്ക് വണ്ടി കയറിയപ്പോൾ അമ്മ വന്നു. അമ്മ വന്നപ്പോൾ ഓൾക്ക് നല്ല സന്തോഷമായിട്ടാണ്. വേഗം ഓടി വരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പറമ്പിലങ്ങാടി ബസ്സിക്ക് കയറിയിട്ടാണ്. അത് ഞങ്ങൾ ആ പെട്ടിയിലെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പറമ്പിലങ്ങാടി ഇറങ്ങി കൗസർക്കാണ് കേട്ടോ പോയത്. ഇപ്പോൾ മന്തിക്ക് ഓർഡർ ചെയ്തു. എൻ്റെ കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. മന്തി വന്നിട്ടാ, മന്തി വന്നു ഗൈസ്. അപ്പൂസ് അതാ മയോണൈസൊക്കെ ഒഴുക്കി അതെടുക്ക് ഇതാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഓൾക്ക് വലിയ പീസൊക്കെ വേണമെന്ന് അറിയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 4 പീസ് ഓർഡർ ചെയ്താലും 3 ആൾക്കാർ ഞാനും അമ്മയും നീച്ചെടുത്ത് ബാക്കി ഒരു പീസ് ഉള്ളത് അപ്പൂസിനും നുന്നും കൊടുത്തു. അപ്പോൾ പകുതി മുക്കാലായേ, മറ്റാൾക്ക് തീർന്നിട്ടില്ല, എനിക്ക് ഇനിയും വേണമെന്നൊക്കെയാണ് പറയുന്നത്. നുന്നുൻ്റെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഏകദേശം തീരുമാനമായി, എനിക്ക് മതിയായി, ഞാൻ നിർത്തി. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ തൊട്ടടുത്ത് നെസ്റ്റോ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ്, ഒരു പിക്കൊക്കെ എടുത്ത്. പിന്നെ ബാഗ് ഞങ്ങൾ എടുക്കുക കേട്ടോ. നെസ്റ്റിൽ ഫുള്ള് കറങ്ങി. അത് കഴിഞ്ഞ് അവർ ആ ഡോർമ കളിക്കുകയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ഡോറ് തുറക്കുന്നുണ്ട്, അത് അടയണമുണ്ട്. അപ്പോൾ അവർ അതിമ കളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നീച്ചേച്ചിക്ക് ഫാൻ കേടുവന്നിരുന്നു. അപ്പോൾ ഫാൻ വാങ്ങാൻ വേണ്ടി മുന്തസിൽ കയറി. ഇവരൊരു ഭാഗത്ത് എത്തി, അല്ലെങ്കിൽ ഇവർ അടങ്ങിയിരിക്കില്ല. കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഫാനിൻ്റെത് അവർ ഫിറ്റ് ചെയ്ത് തരാം കേട്ടോ. ഒരു ഫാൻ ഞങ്ങൾ എടുത്തു. കമ്പനി ചെയ്ത കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫാൻ എടുത്തിട്ട് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ പറഞ്ഞേച്ചപ്പോൾ വരെ കളിയാണ്. പെട്ടി വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടിക്ക് തല്ലായിട്ട് പിന്നെ അത് കളിയായിട്ടോ. അത് കഴിഞ്ഞ് നല്ല കളിയൊക്കെ കളിച്ച് പിന്നെ അവിടെ ഉള്ള ഒരു പെണ്ണിൻ്റെ ഒപ്പം നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. നീച്ചേച്ചി അതിൻ്റെ ഫോട്ടോ എടുക്കല്ലേ, എന്താണ് ഈ എടുക്കല്ലേ, ഫാൻ മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് മുന്തസിലാണേ.